ഹായ്, നമ്മൾ എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന അടുത്ത നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എവല്യൂഷൻ എന്താണ്, എവല്യൂഷൻ എന്താണ്, സ്റ്റെല്ലാർ എവല്യൂഷൻ, എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി, എങ്ങനെ ഭൂമി ഉണ്ടായി, യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് തിയറീസ്, പാൻസ്പെർമിയ, സ്പെഷ്യൽ ക്രിയേഷൻ, അങ്ങനെ കുറേ തിയറീസും പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് എവിഡൻസസ് ഫോർ എവല്യൂഷൻ, അതായത് എവല്യൂഷൻ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ തെളിവുകളാണ് കിട്ടുന്നത്, അതിനെയാണ് എവിഡൻസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് എവിഡൻസസ്? ഫസ്റ്റ് വൺ, പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ്. പാലിയൻറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഫോസിൽസ് നമുക്ക് കുറേ എവിഡൻസസ് തരുന്നുണ്ട്. മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസസ്. മോർഫോളജി ആൻഡ് അനാറ്റമി. മോർഫോളജി മീൻസ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, അനാറ്റമി ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും എക്സ്റ്റേണൽ സ്ട്രക്ചറും നമുക്ക് എന്തൊക്കെ എവിഡൻസസ് തരുന്നു. ദെൻ ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസസ്, അതായത് അഡാപ്റ്റീവ് റേഡിയേഷൻ, അതെന്താണെന്ന് ഞാനപ്പോൾ പറയാം. ബയോകെമിക്കൽ എവിഡൻസസ്, ബയോകെമിസ്ട്രി, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, അതിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്, അതൊക്കെ എന്താണ് എവല്യൂഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നത്. എംബ്രിയോളജിക്കൽ എവിഡൻസസ്, നമ്മുടെ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററിയിലെ എവിഡൻസസ്. എവിഡൻസസ് ബൈ നാച്ചുറൽ സെലക്ഷൻ, നേച്ചർ സെലക്ട് ചെയ്യുന്നുണ്ട് ഓർഗാനിസംസിനെ. അപ്പോൾ ഇത്രയുമാണ് എവിഡൻസസ് ഫോർ എവല്യൂഷൻ എന്ന് പറയുന്നത്. പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ്, മോർഫോളജിക്കൽ എവിഡൻസസ്, മോർഫോളജി ആൻഡ് അനാറ്റമി, ബയോജിയോഗ്രാഫിക്കൽ, ബയോകെമിക്കൽ, എംബ്രിയോളജിക്കൽ, ആൻഡ് ദെൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഫസ്റ്റ് വൺ ഇസ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ്. പാലിയൻറ്റോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഫോസിൽസ്. നിങ്ങൾക്ക് ഫോസിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കാണുന്ന ഡയഗ്രാമൊക്കെയാണ് ഓർമ്മ വരിക അല്ലേ? ആൾക്കാർ കുറേ സ്ഥലങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്നു, എല്ല് കിട്ടുന്നു, പല്ല് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ എല്ലും പല്ലും മാത്രമൊന്നുമല്ല ഫോസിൽസ് എന്ന് പറഞ്ഞാൽ. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ഡെഡ് റിമൈൻസ് ഓഫ് ഓർഗാനിസംസ്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെയും ഫോസിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ല് പല്ലെന്ന് മാത്രമല്ല, ഡെഡ് റിമൈൻസ് ആണ്. ദാറ്റ് ഗീവ്സ് സം സോർട്ട് ഓഫ് എവിഡൻസസ് ഫോർ എവല്യൂഷൻ. എവല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് തരുന്ന, ജീവിച്ചിരുന്ന ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള റിമൈൻസ്, അതിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. ഈവൻ ഫുട് പ്രിൻറ്റ്സ് പോലും ഫോസിലൈസ് ചെയ്ത് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ ഫീക്കൽ മാറ്റർ, ഇതൊക്കെ ഫോസിൽസായിട്ട് കിട്ടാറുണ്ട്. ദ റെമനൻസ് ഓഫ് ലൈഫ് ഫോംസ്, റെമനൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി പത്രങ്ങൾ, ഫൗണ്ട് ഇൻ ദ റോക്സ്, എർത്ത് ക്രസ്റ്റ്, ഭൂമിയിൽ റെമനൻസ്, ലൈഫ് ഫോംസിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോഴും കാണുന്ന സ്ട്രക്ചേഴ്സ്. ദ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ്. ചിലതൊക്കെ ഇംപ്രിൻസ് ആണ്. കണ്ടോ, ഈ കാണുന്നതൊക്കെ ഓരോ റോക്സിൽ ഓരോ ജീവികളുടെ ഇംപ്രിൻസ് മാത്രമേ ഉള്ളൂ. അവരുടെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത്, അതും ഫോസിലാണ്. ഇതാ കണ്ടോ, ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഓർഗാനിസത്തിൻ്റെ ഒക്കെ, ഇതൊക്കെ ഫോസിൽസാണ്. ഇനി ടു സ്റ്റഡി ഫൈലോജനി, എന്തിനാണ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ് സിഗ്നിഫിക്കൻസ് ആണ്, എന്തൊക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ ഇസ് ടു സ്റ്റഡി ഫൈലോജനി. ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ഹിസ്റ്ററി, അതിനെയാണ് ഫൈലോജനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹോസിൻ്റെ എവല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എലിഫൻറ്റിൻ്റെ എവല്യൂഷൻ, മാമത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഏഷ്യൻ എലിഫൻറ്റ്, ആഫ്രിക്കൻ സാവന്ന എലിഫൻറ്റ്. അപ്പോൾ അതാണ് എവല്യൂഷണറി ഹിസ്റ്ററി. എങ്ങനെയാണത് രൂപാന്തരപ്പെട്ട് വന്നത് നോക്കിയേ. ഇയോഹിപ്പസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നിന്നാണ് മോഡേൺ ഹോസ് രൂപാന്തരപ്പെട്ട് വന്നത്. ഇയോഹിപ്പസ് 60 മില്യൺ ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. അതിന് 1 മില്യൺ ഇയേഴ്സ് എഗോയാണ് നമ്മുടെ മോഡേൺ ഹോസ് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ് നിന്ന് നമുക്ക് ഇത് കണ്ടോ, എല്ലാണ് പാലിയൻറ്റോളജിക്കൽ, അതായത് ലിംസിൻ്റെ സ്കെലറ്റൽ സിസ്റ്റമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫൈലോജനി പഠിക്കാം, എവല്യൂഷണറി ഹിസ്റ്ററി. ഒരു ജീവി എങ്ങനെ ഇവോൾവ് ചെയ്തു, അതിൻ്റെ മുമ്പുണ്ടായിരുന്നവരാരൊക്കെ, ഏതൊക്കെ ക്യാരക്ടറാണ് മാറി വന്നത്, മേജറായിട്ട് മാറി വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ടു സ്റ്റഡി ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. അതിന് എക്സാമ്പിൾ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയും. ഈ ജീവി, ഇത് ചിത്രകാരൻ്റെ ഭാവനയുള്ള ജീവിയാണ്. ഇതാണ് അതിൻ്റെ ഫോസിലൈസ്ഡ് രൂപം, ആർക്കിയോപ്റ്റെറിക്സ്. Archaeopteryx are considered as the connecting link between reptiles and birds. റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും, ദാറ്റ് ഈസ് ദേ പൊസസ് ബോത്ത് റെപ്റ്റീലിയൻ ആസ് വെൽ ആസ് ഏവിയൻ ക്യാരക്ടേഴ്സ്. റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ജീവിയാണ് ആർക്കിയോപ്റ്റെറിക്സ്. അതിൻ്റെ
ബീക്ക്, എൻ്റെ കൊക്കുകളിൽ നോക്കിയേ ടൂത്ത് ബീക്കാണുള്ളത്, റെപ്റ്റീലിയൻ ക്യാരക്ടറാണ്, പല്ലുകളുണ്ട്. അതുപോലെ വിങ്സ് ഉണ്ട് എന്നുള്ളത് ആരുടെ ക്യാരക്ടറാണ്? ഏവിയൻ ക്യാരക്ടറാണ്. പക്ഷേ വിങ്ങിൽ ക്ലോഡ് ഡിജിറ്റ്സ് ഉണ്ട്, കണ്ടോ, വിങ്ങിലും കൂടി ക്ലോഡ് ഉണ്ട്, അത് റെപ്റ്റീലിയൻ ക്യാരക്ടറാണ്, ക്ലോസ്. ലോങ് ടെയിലുണ്ട്, അതൊരു റെപ്റ്റീലിയൻ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ റെപ്റ്റൈൽസിൻ്റെയും ഏവ്സിൻ്റെയും ക്യാരക്ടർ മിക്സ് ചെയ്തൊരു ജീവിയാണ് ആർക്കിയോപ്റ്റെറിക്സ്. അതുകൊണ്ട് അത് റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, ടു സ്റ്റഡി അബൌട്ട് എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ്. ഫോസിൽസ് കൊണ്ടാണ് നമുക്ക് പല എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസിൻ്റെയും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എക്സാമ്പിൾ ആരാ? ഡൈനോസർ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഡൈനോസറിൻ്റെയൊക്കെ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സൊക്കെ വെച്ചിരിക്കും. എന്നിട്ട് ആ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് വെച്ച് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്ത രൂപമാണ് ഈ കാണുന്നതൊക്കെ ഡൈനോസേഴ്സ്. അല്ലാതെ ആരും ഇന്നവരെ ജീവനോടെ ഡൈനോസിനസിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത രൂപമാണ്. അത് ഈ സ്കെലിറ്റൽ ആസ് സച്ച് ഇതുപോലത്തെ ഒരു സ്കെലിറ്റനായിട്ട് കിട്ടുകയല്ല ചെയ്യുക കേട്ടോ. ഇതിൻ്റെ പല പല കഷ്ണങ്ങളാണ് കിട്ടുക. അത് നമ്മൾ നോക്കി ഓരോ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഏതിൻ്റെയാണ്, ഏത് പാർട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടു സ്റ്റഡി ഫൈലോജിനി എന്ന് പറഞ്ഞാൽ ഹൗ ആൻ ഓർഗാനിസം ഇവോൾവ്, ഒരു ഓർഗാനിസം എങ്ങനെയാണ് ഉണ്ടായി വന്നത്. അതുപോലെ കണക്റ്റിംഗ് ലിങ്ക്, രണ്ട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ സ്റ്റഡി അബൌട്ട് എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ്, കഴിഞ്ഞു പോയ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇതെല്ലാം കിട്ടുന്ന ഒരു ഫീൽഡാണ് പാലിയൻറ്റോളജി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റഡി അബൌട്ട് ജിയോഗ്രഫിക്കൽ പീരീഡ് ബൈ അനലൈസിങ് ഫോസിൽസ് ഇൻ സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് ലെയേഴ്സായിട്ട് റോക്ക് ഡെപ്പോസിഷൻ വരിക, അതാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ ലെയേഴ്സിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഫോസിൽ അതാത് കാലഘട്ടത്തിലായിരിക്കും. ഒരു ലെയറിലെ ഫോസിൽ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ, അടുത്ത ലെയറിൽ അതിൻ്റെ അടുത്ത കാലഘട്ടത്തിൽ, അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാവാം? ഈ പറയുന്ന ഓർഗാനിസംസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, ഏത് കാലഘട്ടത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അതിൻ്റെ മുൻപുണ്ടായിരുന്നവരാരൊക്കെ, പിൻപുണ്ടായിരുന്നവരാരൊക്കെ, അത് കോംപ്ലക്സ് ആയിട്ട് വരികയാണോ ചെയ്തത്, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, ഒരു ഗ്രഡേഷൻ നമുക്ക് കിട്ടും. The study showed that life forms varied over time and certain life forms are restricted to certain geological span. അതായത് ഈ ലൈഫ് ഫോംസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സമയത്തിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില ഓർഗാനിസംസ് ചില ടൈം പീരീഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഭൂമിയുടെ ആയുസിന് നമ്മൾ പല പീരീഡുകൾ ഇപ്പോക്സ്, ഇറാസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കും. അതാണ് ഈ കാണുന്ന പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അപ്പോൾ 4.5 മില്യൺ ഇയേഴ്സ് ഒക്കെ ആണല്ലോ, ബില്യൺ ഇയേഴ്സ് ഒക്കെ ആണ്, അതിന് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ചില സമയത്ത് ചില ഓർഗാനിസംസ് ഫ്ലറിഷ് ചെയ്തിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ജുറാസിക് പീരീഡിൽ ഡൈനോസേഴ്സ് ഫ്ലറിഷ് ചെയ്തിരുന്നു. പിന്നെ പിന്നീട് അങ്ങോട്ട് ഒരു പെട്ടെന്ന് മാസ് എക്സ്റ്റിങ്ഷനാണ് നടന്നത്, അതായത് കൂട്ടത്തോടെ ആ ജീവികൾ ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ ഓരോ ജീവി ഏത് കാലഘട്ടത്തിലാണ് കൂടുതൽ ഫ്ലറിഷ് ചെയ്തിരുന്നത്, അത് പിന്നീട് അതിനെന്ത് സംഭവിച്ചു, അങ്ങനത്തെ ഒരു ഗ്രഡേഷൻ കിട്ടും നമുക്ക് ഈ ഫോസിൽസിൽ നിന്ന്, പ്രത്യേകിച്ചും സെഡിമെൻ്ററി റോക്സിൽ നിന്ന്. അപ്പോൾ ഇത്രയുമാണ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ് എന്തൊക്കെ എവിഡൻസ് ആണ് തരുന്നത്, എവല്യൂഷനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ തെളിവുകളാണ് ഫോസിൽസ് തരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ഫൈലോജനി, അതായത് എവല്യൂഷണറി ഹിസ്റ്ററി, ഹൗ ആൻ ഓർഗാനിസം ഇസ് ഇവോൾവ്, അത് നമുക്ക് മനസ്സിലാവും. അടുത്തത് കണക്റ്റിംഗ് ലിങ്ക്സ് ഉണ്ടോ, രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക്. നമുക്കറിയാം റെപ്റ്റൈൽസും ബേർഡ്സും രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്, അവരുടെ ഇടയിൽ വല്ല കണക്റ്റിംഗ് ലിങ്ക്സും ഉണ്ടോ? ആർക്കിയോപ്റ്റെറിക്സ് അങ്ങനെ ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. ദെൻ ടു സ്റ്റഡി അബൌട്ട് ദ ജിയോളജിക്കൽ പീരീഡ്. അപ്പോൾ സെഡിമെൻ്ററി ലെയേഴ്സ് ആണെങ്കിൽ ജിയോളജിക്കൽ പീരീഡ് വെച്ച് നമുക്ക് ഓരോന്നും ഏത് സമയത്താണ് കൂടുതൽ ഫ്ലറിഷ് ചെയ്തത്, ഏത് സമയത്ത് എക്സ്റ്റിങ്ക്റ്റ് ആയി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അടുത്ത എവിഡൻസസിൽ വരുന്നതാണ് മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസസ്. ഫസ്റ്റ് വൺ പാലിയൻറ്റോളജിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. നെക്സ്റ്റ് വരുന്നത് മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസസ്. കമ്പാരിറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി ഷോസ് ദാറ്റ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗാനിസംസ് ഹാവ് സം കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. അപ്പോൾ
ചില നമ്മൾ ഈ അനാട്ടമി മോർഫോളജി പഠിച്ചു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ഇപ്പോൾ റെപ്റ്റൈൽസ് ഒരു സിംഗിൾ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ ഓർഗാനിസത്തിൻ്റെ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് എന്തൊക്കെ, അനാട്ടമി എന്തൊക്കെയാണ് പ്രത്യേകത നമ്മൾ പറയില്ല. ഇപ്പോൾ ഇൻസെക്ട്സിൻ്റെ ഒരു കോമൺ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അതൊരു അനാട്ടമിക്കൽ ഫീച്ചറാണ്. അങ്ങനെ നമ്മൾ കുറേ കോമൺ സ്ട്രക്ചേഴ്സ് ഡിഫറൻസ് ഏതാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് പറയുന്നതാണ് ചില ഡിഫറെൻ്റ് ഓർഗാനിസത്തിന് ചില കോമൺ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് രണ്ട് മെയിൻ കാര്യങ്ങളാണുള്ളത്. ഹോമലോഗസ് ഓർഗൻ അല്ലെങ്കിൽ ഹോമലോഗി, അതുപോലെ അനലോഗസ് ഓർഗൻ അനലോഗി എന്ന് പറയും. ഹോമലോഗസ് ഓർഗൻസ് മീൻസ് ഓർഗൻസ് ഹാവിങ് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റി ഇൻ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻ, ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഹോമലോഗി. അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കും, അവരുടെ ചില കോമൺ സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾ പറയുന്ന 4 limbs ഓഫ് വേർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പിസസ്, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, ഇത്രയും പേര് വരും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും 4 limbs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ സെയിം ആണ്. അതായത് പെൻറ്റാഡക്റ്റൈൽ ലിംസാണ്, റേഡിയസ് അൾന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോമൺ സ്ട്രക്ചറാണ് വരിക. അപ്പോൾ കോമൺ അവരുടെ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷേ അവരുടെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഫിഷസിനാണെങ്കിൽ 4 limbs തുഴയാനാണ് ഉപയോഗിക്കുക, ഹോൾസിനാണെങ്കിൽ ഓടാൻ, നമുക്കാണെങ്കിൽ ഹോൾഡ് ചെയ്യാൻ, ഇപ്പോൾ ബേർഡ്സിനാണെങ്കിൽ പറക്കാൻ. പക്ഷേ അവരുടെ സ്ട്രക്ചർ സെയിം ആണ്, ഒറിജിനും സെയിം ആണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏത് എക്ടോഡാം, എൻഡോഡാം, മീസോഡാം ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഒറിജിൻ എന്നാണ്, അതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനും സെയിം ആണ്, സ്ട്രക്ചറും സെയിം ആണ്, പക്ഷേ അവരുടെ ധർമ്മം വ്യത്യസ്തമാണ്, അവർ ചെയ്യുന്ന ജോലി വ്യത്യസ്തമാണ്. അതിനെയാണ് ഹോമലോഗി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഓർഗൻസിനെയാണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇപ്പോൾ ഇത് ബേർഡ്സിൻ്റെ ഫിൻസ് കാണിച്ചിട്ടുണ്ട്, ഹ്യൂമൻ ലിംസ് കാണിച്ചിട്ടുണ്ട്, വിങ്സ്, ബേർഡ്സ് ഓഫ് വിങ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും സ്ട്രക്ചർ സിമിലറാണ്, പക്ഷേ അവരുടെ ഫങ്ഷനാണ് ഡിഫറെൻറ്റ്. അതാണ് ഹോമലോഗസ് ഓർഗൻസ്. അങ്ങനത്തെ ഓർഗൻസിനെ പറയുന്ന പേരാണ് ഹോമലോഗസ് ഓർഗൻ. ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഹോമലോഗി. എക്സാമ്പിൾ ഹ്യൂമൻ ഹാൻഡ്, വെയിൽസിൻ്റെ ഫ്ലിപ്പേഴ്സ്, ബാറ്റിൻ്റെ വിങ്സ്, ചീറ്റയുടെ ഫൂട്ട്, അതുപോലെ ചീറ്റ അതിൻ്റെ മുൻകാലുകൾ ഉപയോഗിക്കുന്നത് ഓടാൻ ചാടാനൊക്കെ അല്ലേ. These 4 limbs have different functions but similar anatomical structures. That is humerus, radio ulna, carpal, metacarpal, phalanges. ഇങ്ങനെയല്ലേ അതിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്, അത് സെയിം ആണ്. അപ്പോൾ പക്ഷേ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇനി അടുത്തത് ഹോമലോഗി ഈസ് ഓൾസോ സീൻ ഇൻ ഹാർട്ട്, ബ്രെയിൻ എക്സെട്ര. ഹാർട്ട് നോക്കിയേ, അവരുടെ ഫിഷിൻ്റെ ഹാർട്ട്, ആംഫീബിയൻ, റെപ്റ്റൈൽ, ബേർഡ്, മാമൽ, അവരുടെ സ്ട്രക്ചർ ബേസിക്കലി സെയിം ആണ്, പക്ഷേ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊക്കെയാണ് ഡബിൾ സർക്കുലേഷൻ ഉള്ളത്, ഫിഷസിനൊക്കെ ആണെങ്കിൽ ഡബിൾ സർക്കുലേഷൻ ഉണ്ടോ? ഇല്ല. അതുപോലെ ബ്രെയിൻ ഓഫ് ഡിഫറെൻറ്റ് വേർട്ടിബ്രേറ്റ്സ്, അതൊക്കെ ഹോമലോഗസ് ഓർഗൻസാണ്. ഹോമലോഗി എന്നാണ് ആ ഫിനോമിനെ പറയുന്നത്. പ്ലാന്റ്സിൻ്റെ ഹോമലോഗി ആണെങ്കിൽ ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞ ചെടിയിലെ കടലാസ് പൂവ്, അതിൻ്റെ തോൺസ്. ആൻഡ് കുക്കുർബിറ്റയുടെ ടെൻഡ്രിൽസ്. തോൺ, ടെൻഡ്രിൽ എന്നൊക്കെ പറയാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് തോൺ, ഈ കാണുന്നതാണ് ടെൻഡ്രിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രിങ് പോലത്തെ സാധനങ്ങൾ സപ്പോർട്ടിന് വേണ്ടി. അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി സെയിം സ്ട്രക്ചറാണ്, പക്ഷേ അവരുടെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. ബൊഗെയിൻവില്ലയിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കുക്കുർബിറ്റയിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹോമലോഗി ഇൻ പ്ലാന്റ്സ്, അതായത് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻ. അത് ഓരോ ഓർഗാനിസത്തിൻ്റെയും അഡാപ്റ്റേഷൻ വേണ്ടിയിട്ട് ഓരോ ഡിഫറെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നു. ഒറിജിൻ ഓഫ് ഹോമലോഗസ് ഓർഗൻസ് ഈസ് ഡ്യൂ ടു ഡൈവേർജൻ്റ് എവല്യൂഷൻ. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഹോമലോഗസ് ഓർഗൻ ഉണ്ടാവാൻ കാരണം ഡൈവേർജൻ്റ് എവല്യൂഷൻ കൊണ്ടാണ്. ഡൈവേർജൻ്റ് എവല്യൂഷൻ, ഡൈവേർജ് എന്ന് വെച്ചാൽ എന്താ, ഒരു കോമൺ പോയിന്റിൽ നിന്ന് ചിതറിത്തെറിച്ച് പല സ്ഥലത്തേക്ക് പോവാം, അതാണ് ഡൈവേർജ് ചെയ്യുക എന്ന് പറയുന്നത്. ഡൈവേർജൻ്റ് എവല്യൂഷൻ ഇസ് ദ evolution by which related species become less similar to survive and adapt in different environmental conditions. അതായത് ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടാവും,
ആ കോമൺ ആൻസസ്ട്രലിൽ നിന്ന് ഓർഗാനിസംസ് പല രീതിയിൽ ഇവോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പല അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കും. അപ്പം മാമൽസിൻ്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കിയാൽ മാമൽസിലെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ആൻസസ്റ്റർ ഉണ്ട്, ഒരു പൂർവ്വ പിതാമഹനുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് മാമൽസ്, പല മാമൽസും പല രീതിയിലല്ലേ ജീവിക്കുന്നത്. ചിലത് അർബോറിയൽ, ട്രീ ലിവിങ് ആണ്. ചിലത് ടെറസ്ട്രിയൽ, ലാൻഡ് ഡ്വല്ലേഴ്സാണ്. ചിലത് ഏരിയലാണ്. ഇപ്പം വവ്വാലിനെ പോലുള്ളതാണെങ്കിൽ ഏരിയൽ. ചിലത് വാട്ടർ, അതായത് ഇപ്പോൾ നമ്മുടെ വെയിൽസ്, അതൊക്കെയാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഓരോ കണ്ടീഷൻസ് ആയതുകൊണ്ട്, ലിവിങ് കണ്ടീഷൻസ് ആയതുകൊണ്ട് അവരുടെ ലൈഫിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോരോ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ അവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ഇതാണ് പറയുന്നത് ഡൈവേർജൻ്റ് എവല്യൂഷൻ. ഡൈവേർജൻ്റ് എവല്യൂഷൻ ഇസ് ദ എവല്യൂഷൻ ബൈ വിച്ച് റിലേറ്റഡ് സ്പീഷീസ് ബിക്കം ലെസ് സിമിലർ ടു സർവൈവ് ആൻഡ് അഡാപ്റ്റ്. റിലേറ്റഡ് സ്പീഷീസ് ആയിരിക്കും, പക്ഷേ അവരെ കണ്ടാൽ അത്ര സിമിലാരിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിഫറെൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യും. അതിനെയാണ് ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡൈവേർജൻ്റ് എവല്യൂഷൻ്റെ ഫലമായിട്ടാണ് ഹോമോലോഗസ് ഓർഗൻസ് എറൈസ് ചെയ്യുന്നത്, ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹോമോലോഗസ് ഓർഗൻ, വാട്ട് ആർ ഹോമോലോഗസ് ഓർഗൻസ്, എക്സാമ്പിൾസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഡൈവേർജൻ്റ് എവല്യൂഷൻ. അതുപോലെ ഇനി അടുത്തതുണ്ട് അനലോഗസ് ഓർഗൻ, കൺവേർജൻ്റ് എവല്യൂഷൻ, എക്സാമ്പിൾസ്. അതും ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ അനലോഗസ് ഓർഗൻസ് ആണ്. അനലോഗസ് ഓർഗൻസ് മീൻസ് ഓർഗൻസ് ഹാവിങ്, നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സിമിലർ ഫങ്ഷൻസ് ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ഇറ്റ് ഇസ് നോൺ ആസ് അനലോഗി. സിമിലർ ഫങ്ഷൻസ് ആയിരിക്കും, ഓർഗൻസിൻ്റെ ഫങ്ഷൻ സിമിലർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചറും ഒറിജിനുമായിരിക്കും. അതിനാണ് അനലോഗി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ എക്സാമ്പിൾ അതായത് കാണിച്ചിരിക്കുന്നത് വിങ്സ്. ഇത് ബട്ടർഫ്ലൈയുടെ വിങ്ങും ബാറ്റിൻ്റെ വിങ്ങും. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസെക്റ്റാണ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിബ്രേറ്റ് ആണ്. ബാറ്റിൻ്റെ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡാഡക്റ്റൈൽ ലിംബ്സ് ആണ്. പക്ഷേ ബട്ടർഫ്ലൈക്ക് പെൻഡാഡക്റ്റൈൽ ലിംബൊന്നുമില്ല. അതതിൻ്റെ സ്കിന്നിൻ്റെ ഒരു ഇലോങ്ങേഷനാണ്, ഇൻറ്റെഗ്യുമെൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ ഫോമേഷനായിട്ടാണ് ബട്ടർഫ്ലൈയുടെ ചിറകുണ്ടാകുന്നത്. അപ്പോൾ അത് അനലോഗസ് ഓർഗനാണ്. സ്ട്രക്ചറലി അവർ ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവരുടെ ഫങ്ഷൻ ഒന്നാണ്. എന്താണ്? ഫ്ലൈറ്റ്, പറക്കുക. വിങ്സ് ഓഫ് ഇൻസെക്റ്റ് കണ്ടോ, ഫോംഡ് ഓഫ് എ തിൻ ഫ്ലാപ്പ് ഓഫ് കൈറ്റിൻ. ഒരു തിൻ ഫ്ലാപ്പ് ഓഫ് കൈറ്റിൻ കൊണ്ടുള്ള ഒരു ചെറിയ ഫ്ലാപ്പാണ്. ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്സോ മോഡിഫൈഡ് ആയിട്ടുള്ള 4 limbs ആണ്. പക്ഷേ അവരുടെ ഫങ്ഷൻ ഒന്നാണ്, അതായത് ഫ്ലൈറ്റ്. അടുത്ത ഐസ് ഓഫ് ഒക്ടോപ്പസ്. ഒക്ടോപ്പസിൻ്റെ ഐ, റെറ്റിന ഫ്രം ദ സ്കിൻ ആൻഡ് മാമൽസ്. അപ്പോൾ ഒക്ടോപ്പസിൻ്റെ ഐയുടെ പ്രത്യേകത, അവരുടെ റെറ്റിന ഉണ്ടായത് സ്കിന്നിൻ്റെ മോഡിഫിക്കേഷനായിട്ടാണ് റെറ്റിന ഉണ്ടായിരിക്കുന്നത്. അതേസമയം മാമൽസിൻ്റെയോ റെറ്റിന ഫ്രം എംബ്രിയോണിക് ബ്രെയിനിൽ നിന്നാണ് റെറ്റിന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, അതായത് വിഷൻ. അതാണ് വ്യത്യാസം. അതുപോലെ തന്നെ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്. പെൻഗ്വിൻ്റെയും ഡോൾഫിൻ്റെയും ഫ്ലിപ്പേഴ്സ്, അതിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഫങ്ഷൻ സെയിം ആണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തുഴയുക എന്നുള്ളതാണ്, മൂവ്മെൻറ്റ് ഇൻ വാട്ടർ. പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് റൂട്ടാണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുരക്കിഴങ്ങ്, അത് റൂട്ട് മോഡിഫിക്കേഷനാണ്. പക്ഷേ പൊട്ടറ്റോയോ സ്റ്റം മോഡിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഇൻസെക്ട്സിൻ്റെ ട്രക്കിയ, അത് എക്ടോഡേർമൽ ഒറിജിനാണ്. പക്ഷേ നമ്മുടെ ലങ്സോ അത് എൻഡോഡേർമൽ ഒറിജിനാണ്. രണ്ടിൻ്റെയും ഫങ്ഷൻ ഒന്നാണ്, റെസ്പിറേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പക്ഷേ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ഒറിജിൻ ഡിഫറെൻ്റ് ആണ്. ഇൻസെക്ട്സിൽ എക്ടോഡേം ആണെങ്കിൽ വേർട്ടിബ്രേറ്റ്സിന് എൻഡോഡേം ആണ്. അപ്പോൾ അനലോഗസ് ഓർഗൻസ് അറൈസ് ഡ്യൂ ടു കൺവേർജൻ്റ് എവല്യൂഷൻ. കൺവേർജൻ്റ് എവല്യൂഷൻ മീൻസ് in the evolution by which unrelated species become more similar to survive and adapt in similar environment characters. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പോൾ ഫിഷസ്, അതുപോലെ വെള്ളത്തിലുള്ള, അതായത് അക്വാട്ടിക് ആയിട്ടുള്ള ഫിഷസ്, റെപ്റ്റൈൽസ്, മാമൽസ്, ഇവരൊക്കെ ആ അക്വാട്ടിക് മോഡ് ഓഫ് ലൈഫ്
ഗെയിൻ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അവർ സിമിലർ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടാക്കും. പക്ഷെ അവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് അല്ലാത്ത ഓർഗാനിസംസാണ്. എന്നാലും അവർക്ക് അവരുടെ മോഡ് ഓഫ് ലിവിങ് ഒന്നായതുകൊണ്ട് അവർക്ക് ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടായി വരും. അതാണ് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. കൺവേർജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്യുക, അതാണ് കൺവേർജൻ്റ്. കൺവേർജൻ്റ് എവല്യൂഷൻ്റെ ഫലമായിട്ടാണ് അനലോഗസ് ഓർഗൻസ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോമൺ ഫീച്ചേഴ്സ് ആകുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടായി വരും. അതാണ് അനലോഗസ് ഓർഗൻസ്. ഇനി അടുത്തത് പറയുന്നത് ബയോകെമിക്കൽ എവിഡൻസസ് ആണ്. ബയോകെമിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ്, ജീൻസ്, ബയോമോളിക്യൂൾസ്, മെറ്റബോളിക് റിയാക്ഷൻസ്, മെറ്റബോളിക് പാത്വേസ്, അതൊക്കെ കുറേ ഓർഗാനിസംസ് സിമിലാരിറ്റി കാണിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അവർക്കൊക്കെ കോമൺ ആൻസസ്ട്രി ഉണ്ടെന്നാണ്. ഇപ്പോൾ ഹയർ ഓർഗാനിസത്തിനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു കോമൺ ആൻസസ്ട്രി ഉണ്ടാവും. അങ്ങനെ സിമിലർ പ്രോട്ടീൻസ്, സിമിലർ മോളിക്യൂൾസ്, സിമിലർ ജീൻസ്, അതിൻ്റെയൊക്കെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ കോമൺ ആൻസസ്റ്റർ. അടുത്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ, ദാറ്റ് ഈസ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിൻറ്റ്. ഒരു കോമൺ പോയിൻറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്യാം. അതായത് അഡാപ്റ്റേഷൻ മൂലം, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുക, അതുമൂലം പുതിയ ജീവി അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ഉണ്ടായി വരിക, അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ്. നമുക്കറിയാം ചാൾസ് ഡാർവിൻ ഇസ് ദ ഫാദർ ഓഫ് എവല്യൂഷൻ. അപ്പോൾ ചാൾസ് ഡാർവിൻ HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലിൽ യാത്ര പോയിട്ട് നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലാണ് യാത്ര പോയത്. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു ഗാലപ്പാഗോസ് എന്ന് പറഞ്ഞ ഐലൻഡിൽ ചെന്നിട്ട് അവിടെ ധാരാളം പെക്യൂലിയർ ഓർഗാനിസംസ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അവിടെ കുറേ സ്റ്റഡീസ് നടത്തി. പിന്നെ പസഫിക് ഓഷനിൽ കുറേ ഐലൻഡ്സിൽ സ്റ്റഡീസ് നടത്തി. അങ്ങനെയാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ നോർത്ത് അമേരിക്കൻ മെയിൻലാൻഡിൽ നിന്ന് ഈ ഗാലപ്പാഗോസ് ഐലൻഡിലേക്ക് ഒരു കൂട്ടം ഫിഞ്ചസ് പറന്നു പോയി. അപ്പോൾ ഗാലപ്പാഗോസ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സാണ്, വളരെ വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഈ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ കുരുവികൾ, ഈ കുരുവികൾ ഓരോരോ സ്ഥലത്ത് പോയി ജീവിക്കാൻ തുടങ്ങി ഈ ഫിഞ്ചസ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ഓരോ ഭാഗത്തും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണല്ലോ, ആ ഓരോ ഭാഗങ്ങളിലും അവർക്ക് കിട്ടിയിരുന്ന ഫുഡിൻ്റെ അവൈലബിലിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു. ചില സ്ഥലത്ത് ഇൻസെക്ട്സ് ആയിരുന്നു, ചില സ്ഥലത്ത് സീഡ്സാണ് അവർക്ക് കഴിക്കാൻ കിട്ടിയത്, ചില സ്ഥലത്ത് ഫ്രൂട്ട്സാണ്, ചില സ്ഥലത്ത് കാക്ടസ് പോലെയുള്ള അങ്ങനത്തെ മുൾച്ചെടികളാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഫുഡിനും വേണ്ടിയിട്ട് അവരുടെ ബീക്ക് മോഡിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജ്വലി കുറേ വർഷങ്ങൾ കൊണ്ട് ഓരോ പുതിയ ഗ്രൂപ്പ് ഓഫ് ഫിഞ്ചസ് ഉണ്ടായി വന്നു. അപ്പോൾ അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓരോ സ്ഥലത്തും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിഞ്ചസ് ഓരോ തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ലേറ്റർ അത് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി. പക്ഷേ അവർക്കെല്ലാവരും കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു. അതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിൻ്റ്, അല്ലേ? നോർത്ത് അമേരിക്കയിൽ നിന്ന് വന്ന കോമൺ പോയിൻറ്റിൽ നിന്നാണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഞ്ചസ് ഉണ്ടായത്. അപ്പോൾ അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ്, ഡെഫിനേഷൻ അത് തന്നെ, വേറൊരു എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽ റേഡിയേഷൻ എന്ന് പറയും. മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞാൽ പൗച്ച്ഡ് മാമൽസ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഈ പ്രിമിറ്റീവ് മാമൽസ് വളരെ കൂടുതൽ കാണുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. അതായത് മാമൽസ് മറ്റേ പ്ലേറ്റ് ടെക്ടോണിക് ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ആ ഭൂമിയുടെ അടിയിലുള്ള പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണ് ആദ്യം ഈ കാണുന്ന കര മുഴുവൻ ഒരു സിംഗിൾ പീസ് ഓഫ് ലാൻഡായിരുന്നു, പാൻജിയ. അതിന് സറൗണ്ട് ചെയ്ത് ഒരു പന്തലാസ എന്ന് പറയുന്ന ഒരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. പിന്നീട് പാൻജിയയുടെ അടിയിലുള്ള പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെൻറ്റ് വഴി അത് പല പല കഷ്ണങ്ങളായിട്ട് മാറി. അപ്പോൾ ഈ ഓസ്ട്രേലിയ റിമൂവ് ചെയ്തപ്പോഴത്തേ ഓസ്ട്രേലിയ സെപ്പറേറ്റ് പീസായിട്ട് മാറിയപ്പോൾ ഓസ്ട്രേലിയയിൽ കൂടുതലും ഉണ്ടായിരുന്ന പ്രിമിറ്റീവ് മാമൽസാണ്.
അതുകൊണ്ട് ഇന്നും ഓസ്ട്രേലിയയിൽ പ്രിമിറ്റീവ് മാമൽസ് ധാരാളം കാണാൻ പറ്റും. അപ്പോൾ പ്രിമിറ്റീവ് മാമൽസിൻ്റെ കൂടെ വരുന്നതാണ് ഈ മാർസുപ്പിയൽസ് എന്ന് പറയുന്നത്. മാർസുപ്പിയൽ റേഡിയേഷനാണ് പറയുന്നത്. മാർസുപ്പിയൽസ് ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള മോഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിത രീതിയായിരുന്നു. അതുകൊണ്ട് അവർ പല രീതിയിൽ ഇവോൾവ് ചെയ്തു. നോക്കിയേ, ടാസ്മാനിയൻ വൂൾഫ്, ടൈഗർ ക്യാറ്റ്, കാംഗറൂ, മാർസുപ്പിയൽ റാറ്റ്, വുംബാറ്റ്, ബാൻഡിക്കൂട്ട്, ക്വാല, മാർസുപ്പിയൽ മോൾ, ഷുഗർ ഗ്ലൈഡർ, ഇങ്ങനെ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ആൻസസ്ട്രി എന്നാണ്. പക്ഷേ അവരുടെ ക്യാരക്ടേഴ്സ്, മോർഫോളജി നോക്കിയാൽ തന്നെ അവർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് ഇൻ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്. അവരുടെ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർ പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കിയെടുത്തു. അതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ഡാർവിൻസ് ഫിഞ്ചസ്. അതെപ്പോഴും ചോദിക്കാറുണ്ട്. ഈ 2 ഡയഗ്രാം തന്നിട്ടും ചോദിക്കാറുണ്ട്. ഈ ഡയഗ്രാം തന്നിട്ട് വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ, ഈ ഫിനോമിനൻ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡാർവിൻ എന്നുള്ള പേര്, അതുപോലെ ഗാലപ്പാഗോസ് ഐലൻഡ്, ഫിഞ്ചസ് എക്സാമ്പിൾ. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിൻ്റെ ഡയഗ്രാം തന്നിട്ടും ഇതെന്താണ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഇത് എൻ്റെ എക്സാമ്പിൾ ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി പ്ലാസെൻ്റൽ മാമൽസ്, ഓസ്ട്രേലിയയിലെ പ്ലാസെൻ്റൽ മാമൽസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് പ്ലാസെൻ്റൽ മാമൽസിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും അവരുടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ എക്സാമ്പിൾ 3 ഡാർവിൻസ് ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, അതുപോലെ തന്നെ പ്ലാസെൻ്റൽ മാമൽസ്. ഓസ്ട്രേലിയയിലെ പ്ലാസെൻ്റൽ മാമൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫ്ലൈയിങ് സ്ക്വിറൽ, ബോബ് ക്യാറ്റ്, ആൻറ്റീറ്റർ, മൂൾ, മൗസ്, ലീമർ, വൂൾഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഒരേ ഒരു സ്ഥലത്ത് ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുകയാണെങ്കിൽ അത് റിസൾട്ട് ചെയ്യുന്നത് കൺവേർജൻ്റ് എവല്യൂഷൻ ആയിരിക്കും. അതായത് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് കോമൺ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത്, കൺവേർജൻ്റ് എവല്യൂഷൻ. എന്നിട്ട് അവർ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ബട്ടർഫ്ലൈക്കും ബേർഡിനും വിങ് ഫോർമേഷൻ. ബട്ടർഫ്ലൈ, ബേർഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഡ്യൂ ടു ദർ കോമൺ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ദേ ഫോം സിമിലർ ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ സെയിം ആയതുകൊണ്ട് അവർ സെയിം ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നു. അതിന് എക്സാമ്പിളാണ്. അതിന് പാരലൽ എവല്യൂഷൻ എന്നും പറയും. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൺവേർജൻ്റ് എവല്യൂഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എഴുതുക, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരലൽ എവല്യൂഷൻ. അതിന് എക്സാമ്പിളാണ് പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും. പാരലൽ എവല്യൂഷൻ പറയുമ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം പറയണം അല്ലേ. 2 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുക, അവരുടെ കണ്ടീഷൻസ് ഒന്നായതുകൊണ്ട്. അപ്പോൾ പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും. നോക്കിയേ, പ്ലാസെൻ്റൽ മാമൽസ് വരുന്നതാണ് മോൾ. പ്ലാസെൻ്റൽ മാമൽസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മാമൽസാണ്. മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞാൽ അത് ലോവർ കാറ്റഗറി ഓഫ് മാമൽസാണ്. അവർക്ക് പ്ലാസൻ്റെ ഒന്നും ഫോർമേഷൻ ഇല്ല. മാർസുപ്പിയൽ മോൾ കാണുമ്പോൾ ഒരു ചായയില്ലേ, പുറമേ നോക്കുമ്പോൾ ഈ പറയുന്ന ഓർഗാനിസംസ് എല്ലാം ലീമർ, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് സ്ക്വിറൽ, ഫ്ലൈയിങ് ഫലാഞ്ചർ, ഇവർക്കൊക്കെ പുറമേ നോക്കുമ്പോൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് സിമിലർ ആയിരിക്കും. പക്ഷേ അവർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. അവരുടെ സാഹചര്യങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് അവർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒരുപോലെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതാണ് പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഫോംസ് സിമിലർ ക്യാരക്ടേഴ്സ് ഡ്യൂ ടു ദ സിമിലർ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സിമിലർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. അതിനെയാണ് പാരലൽ എവല്യൂഷൻ അല്ലെങ്കിൽ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ. അതായത് ഒരു ആൻസസ്ട്രിൽ നിന്ന്, ഒരു കോമൺ ആൻസസ്ട്രിൽ നിന്ന് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് വരിക. ഡിഫറെൻറ്റ് സ്പീഷീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്യുക. അതിന് കാരണം അവരുടെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസാണ്. ആ കണ്ടീഷൻസിനോട് മാച്ച് ചെയ്യാൻ അവരുണ്ടാക്കിയെടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഡിഫറെൻറ്റ് അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. ഡിഫറെൻറ്റ് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അക്വയർ ചെയ്ത് അവർ പല രീതിയിൽ ഇവോൾവ് ചെയ്യും. അപ്പോൾ അവർ ഡിഫറെൻ്റ് ആയിട്ട് മാറും. അതിന് നേരെ ഓപ്പോസിറ്റാണ് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്, പക്ഷേ കോമൺ ക്യാരക്ടേഴ്സ്, ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി വരിക. അതാണ് എന്ത് പറയുന്നത്, പാരലൽ എവല്യൂഷൻ അല്ലെങ്കിൽ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 2 എക്സാമ്പിളും വാട്ട് ഈസ് ദിസ് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം.
അടുത്തത് എംബ്രിയോളജിക്കൽ എവിഡൻസസ് ആണ്. എംബ്രിയോളജിക്കൽ എവിഡൻസസ് പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് അത് പ്രപ്പോസ് ചെയ്തത്. ഹി ഒബ്സർവ് ദാറ്റ് all vertebrate embryos have some common features that are absent in adult. അഡൾട്ടിൽ ആബ്സെൻ്റ് ആയ ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. അതാണ് ഏണസ്റ്റ് ഹേക്കൽ പ്രപ്പോസ് ചെയ്ത തിയറി. എല്ലാ വേർട്ടിബ്രേറ്റ് എംബ്രിയോസിനും നോക്കിയേ, ഇത് വേർട്ടിബ്രേറ്റ് എംബ്രിയോസാണ്. ഫിഷസിൻ്റെ, സലമാൻഡർ, ടോർട്ടസ്, സലമാൻഡർ എന്ന് പറഞ്ഞാൽ ആംഫീബിയനാണ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, ഇവർക്കെല്ലാവർക്കും കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഒരു കോമൺ ഫീച്ചറാണ്. ആ കോമൺ ഫീച്ചർ ഗ്രാജ്വലി അത് വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും, അതില്ലാതായി പോവാണ്. പക്ഷേ എംബ്രിയോണിക് സ്റ്റേജിൽ അവർക്ക് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർ ലിംബിൻ്റെ ബഡ്, അതുപോലെ തന്നെ ടെയിൽ ഹൈൻഡ് ലിംബിൻ്റെ ബഡ്, ഒരു ടെയിൽ ലൈക്ക് പോർഷൻ കണ്ടോ, ടെയിൽ ലൈക്ക് പോർഷൻ, ഇതൊക്കെ ആ എംബ്രിയോണിക് സ്റ്റേജിൽ ഇവർക്കൊക്കെ ഉണ്ട്. പക്ഷേ ലേറ്റർ ഹയർ ഓർഗാനിസം ആകുമ്പോൾ ഈ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഒക്കെ ഇല്ലാതെ വരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഗിൽ സ്ലിറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ടെയിൽ ബഡ്, ഫിഷ്, റെപ്റ്റൈൽ, ബേർഡ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഒക്കെ ടെയിൽ ബഡൊക്കെ. അതുപോലെ വെസ്റ്റീജിയൽ ഗിൽ സ്ലിറ്റ്സ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. All vertebrate embryos develop vestigial gill slits just behind the head. ഹെഡിൻ്റെ ബിഹൈൻഡ് ആയിട്ട് വെസ്റ്റീജിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. പക്ഷെ അത് ഫങ്ഷണൽ ആയിട്ടുള്ളത് ഫിഷസിനാണ്. നോട്ട് ഫൗണ്ട് ഇൻ അതർ അഡൾട്ട് വേർട്ടിബ്രേറ്റ്സ്. ബാക്കിയുള്ളവർക്ക് അത് കാണില്ല. അപ്പോൾ ഇവർക്കൊക്കെ എംബ്രിയോണിക് സ്റ്റേജിൽ സെയിം ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അവർക്കൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസസിൽ വരുന്നത്. വോൺ ബെയർ, ഏണസ്റ്റ് വോൺ ബെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇതിനെ റിജക്റ്റ് ചെയ്തു. He noted that embryos never pass through the adult stages of other animals. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എംബ്രിയോസ് അഡൾട്ടായിട്ടുള്ള സ്റ്റേജസ് വഴി കടന്നു പോവില്ല എന്നാണ് വോൺ ബെയർ പറയുന്നത്. അടുത്തത് എവിഡൻസസ് ഫോർ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓൾവേസ് സെലക്ട് ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ ഫീച്ചേഴ്സ്. ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിനെയാണ് നേച്ചർ എപ്പോഴും സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോവിഡ് വൈറസ് ഭയങ്കര പ്രോമിനൻ്റ് ആണ്. അപ്പോൾ കോവിഡ് വൈറസിനോട് എന്താ പറയുക, അതിനെതിരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. അതേസമയം കോവിഡ് വന്ന് മാറുന്നതും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ മാറുന്ന ആൾക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മെഡിസിനും കൂടെ ഉപയോഗിച്ചിട്ടാണ്. എന്നാലും നേച്ചർ കുറേ പേരെ എക്സ്പെൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന വൈറസിനെ അതിജീവിക്കാൻ പറ്റാത്തവരെ നേച്ചർ ഇല്ലാണ്ടാക്കുന്നു. ആ അതിജീവിക്കാൻ പറ്റുന്നവരെ മാത്രം സെലക്ട് ചെയ്യാം. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ദാറ്റ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദെയർ എൻവയോൺമെൻറ്റ് സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് അവിടെ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യരായ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുകയും അവരെ റീപ്രൊഡക്ഷന് അനുവദിക്കുകയും ചെയ്യാം. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർ പെരിഷ് ചെയ്യുക, അവരെ ഇല്ലാതാക്കുക, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെ ഇല്ലാതാക്കുക. അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിന് 2 എക്സാമ്പിൾസ് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ മെലാനിസവും ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഇൻ ഓർഗാനിസംസ് എഗൻസ്റ്റ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ആൻറ്റിബയോട്ടിക്സ്, ഡ്രഗ്സ് എക്സെട്ര. അത് എക്സാമ്പിൾ എന്താണെന്ന് നോക്കി വയ്ക്കുക. പിന്നെ അവർക്കൊരു പ്രത്യേകതയുള്ളത്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ. ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എവല്യൂഷൻ ബൈ അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ. ആന്ത്രപ്പോജനിക് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഈ പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന 2 എക്സാമ്പിൾസും നാച്ചുറൽ സെലക്ഷനാണ്. പക്ഷേ ആ നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ കാരണം ആന്ത്രപ്പോജനിക് ആക്ഷൻസ് ആണ്. മനുഷ്യൻ്റെ ചില പ്രവർത്തികൾ കൊണ്ട് നാച്ചുറൽ സെലക്ഷൻ നടന്നത്. അതിന് എക്സാമ്പിളാണ് ഈ പറയാൻ പോകുന്നത്. ഇൻഡസ്ട്രിയൽ മെലാനിസവും പിന്നെ റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിൻ്റെ ഫോർമേഷനും. അതിൽ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് ആദ്യം പറയുന്നത്.
ഇംഗ്ലണ്ടിൽ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ഇംഗ്ലണ്ടിൽ 2 തരത്തിലുള്ള മോത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മോത്തെന്ന് പറഞ്ഞാൽ നിശാശലഭം, അതായത് രാത്രിയിലൊക്കെ ഈ ബട്ടർഫ്ലൈസിനെ പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ഭിത്തിയിലൊക്കെ വന്നിരിക്കും. അതാണ് മോത്തെന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള മോത്ത്, ബിസ്റ്റൺ ബെറ്റുലേറിയ എന്ന് പറയുന്ന മോത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. There were more white moth, Biston betuleria, on trees than dark-winged or melanized moth. അതിൻ്റെ പേരാണ് ബിസ്റ്റൺ കാർബണേറിയ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് കൂടുതലുണ്ടായിരുന്നത് വെള്ള കളറുള്ള വൈറ്റ് വിങ്ഡ് മോത്തായിരുന്നു. അതിന് വളരെ കുറച്ചേ ഡാർക്ക് വിങ്ഡ് മോത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ടായി. അപ്പോൾ 1920 ശേഷം മോർ ഡാർക്ക് വിങ്ഡ് മോത്ത് ആൻഡ് ലെസ് വൈറ്റ് വിങ്ഡ് മോത്ത്. അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ആരാ കൂടുതൽ? വൈറ്റ് വിങ്ഡ് മോത്താണ് കൂടുതൽ. കണ്ടില്ലേ, വൈറ്റ് വിങ്ഡ് മോത്താണ് കൂടുതൽ. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിയുമ്പോഴോ ഡാർക്ക് വിങ്ഡ് മോത്താണ് കൂടുതൽ. ഇനി എന്താണ് അതിൻ്റെ റീസൺ? ഒരു നാച്ചുറൽ സെലക്ഷനാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there was thick growth of white colored lichen covered the trees. അതായത് ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ്, ഇൻഡസ്ട്രീസൊക്കെ ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ട്രീസിനെ കവർ ചെയ്ത് വൈറ്റ് കളറുള്ള ലൈക്കൺ ഉണ്ടായിരുന്നു. ലൈക്കൺ എന്ന് പറഞ്ഞാൽ ആൽഗേ ഫംഗൽ അസോസിയേഷനാണ്. അപ്പോൾ ട്രീയുടെ ബാർക്കിൽ, ട്രങ്ക്, ഈ കാണുന്നതാണ് ട്രീയുടെ ട്രങ്ക്, അതിനെ കവർ ചെയ്തുകൊണ്ട് ലൈക്കൺ ഇങ്ങനെ കവർ ചെയ്തിരിക്കും. അപ്പോൾ ആ ട്രീയുടെ ബാർക്കിന്, അതായത് തടിക്ക് ഒരു വൈറ്റ് കളർ അപ്പിയറൻസ് ആണ്. ആ വൈറ്റ് കളർ അപ്പിയറൻസിൽ ഈ വൈറ്റ് വിങ്ഡ് മോത്തിരുന്നാലും അത് സർവൈവ് ചെയ്യും. അതായത് പ്രിഡേറ്റേഴ്സ്, ഇപ്പോൾ പക്ഷികൾ ഒക്കെ വന്നാലും ഈ വൈറ്റ് വിങ്ഡ് മോത്തിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ സമയം ഒരു വെള്ളപ്രതലത്തിൽ ഈ വൈറ്റ് ലൈക്കൻ്റെ മുകളിൽ ആരിരുന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും? ഡാർക്ക് വിങ്ഡ് മോത്തിരുന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ പ്രിഡേറ്റേഴ്സ്, അതായത് ഈ പറയുന്ന മോത്തിനെ തിന്ന് ജീവിക്കുന്ന ഓർഗാനിസംസ്, അവർ പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കും? ഡാർക്കിനെയോ വൈറ്റിനെയോ? സർഫസ് വൈറ്റാണ്, ലൈക്കൻ ഉള്ളതുകൊണ്ട് സർഫസ് വൈറ്റാണ്. അപ്പോൾ വൈറ്റ് സർഫസിൽ ബ്ലാക്കിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ? അപ്പോൾ ബ്ലാക്കിനെ പെട്ടെന്ന് പിടിച്ചങ്ങ് തിന്നും. വൈറ്റിൻ്റെ എണ്ണം കുറയും, വൈറ്റിൻ്റെ എണ്ണം കൂടും, ബ്ലാക്കിൻ്റെ എണ്ണം കുറയും. ഇനി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ പൊടി, പുക ഒക്കെ ഉണ്ടാവും അല്ലേ? പുകക്കുഴലുകളൊക്കെ ഇല്ലേ? അപ്പോൾ അന്തരീക്ഷം പൊള്യൂട്ടഡായി. ഈ പൊള്യൂട്ടഡ് അറ്റ്മോസ്ഫിയറിൽ ലൈക്കൻ വളരില്ല. ലൈക്കൻ ഈസ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. ലൈക്കൻ കനോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയർ. ലൈക്കന് പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയറിൽ വളരാൻ പറ്റില്ല. അപ്പോൾ ട്രീയുടെ ട്രങ്കിൽ ലൈക്കൺ ഇല്ല. കൂടാതെ ഈ ട്രീ ട്രങ്ക്സിൽ നിറച്ച് സൂട്ട്, കരി, പുക, പൊടിയൊക്കെ ഇല്ലേ, അതൊക്കെ വന്ന് അടിയാൻ തുടങ്ങി. സ്മോക്ക് ആൻഡ് സൂട്ട്. ലൈക്കൻ ഇല്ല. അപ്പോൾ ട്രീയുടെ ബാർക്കിന് ഇപ്പോൾ എന്ത് കളറായി? നേരത്തെ വൈറ്റ് ആയിരുന്ന ട്രീയുടെ ട്രങ്ക് ഇപ്പോൾ ഡാർക്കായിട്ട് മാറി. അപ്പോൾ ഈ കണ്ടീഷനിൽ വൈറ്റ് വിങ്ഡ് മോത്ത് അവിടെ ഇരുന്ന് പെട്ടെന്ന് കിളികൾ പിടിച്ച് തിന്നും അല്ലേ? ആ സമയം ഡാർക്ക് വിങ്ഡ് മോത്ത് ക്യാമോഫ്ലേജ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ കളറിനോട് സെയിം ആയിട്ട് അവിടെ രക്ഷപ്പെടും. മനസ്സിലായോ? അതുകൊണ്ട് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇരിക്കുമ്പോഴല്ലേ ബ്ലാക്കിൻ്റെ എണ്ണം കുറയും, വൈറ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. നോക്കിയേ, ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ നടുക്കത്തെ ഡയഗ്രത്തിൽ വൈറ്റിൻ്റെ പ്രസൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് വൈറ്റ് വിങ്ഡ് മോത്ത്, ഇതാണ് ഡാർക്ക് വിങ്ഡ് മോത്ത്. ഏതാണ് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഡാർക്ക് വിങ്ങിന് അല്ലേ? ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്പർ ഓഫ് ലൈറ്റ് വിങ്ഡ് അല്ലെങ്കിൽ വൈറ്റ് വിങ്ഡ് മോത്ത് ഇസ് മോർ, ആൻഡ് വൈൽ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലൈക്കൺ ഇല്ലാതായി. പിന്നെ ചെടിയുടെ ബാർക്കിലൊക്കെ നിറച്ച് സൂട്ടൊക്കെ ആയി, അതായത് പൊടി, പുകയൊക്കെ ആയി. അപ്പോൾ ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്തു, വൈറ്റ് വിങ്ഡ് മോത്തിനെ പ്രിഡേറ്റേഴ്സ് പിടിച്ചു. അപ്പോൾ ഇതൊരു നാച്ചുറൽ സെലക്ഷൻ അല്ലേ? ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ആരെയാണ് നേച്ചർ സെലക്ട് ചെയ്തത്? നേച്ചർ സെലക്ട് ചെയ്തത് വൈറ്റ് വിങ്ഡ് മോത്തിനെയായിരുന്നു. കാരണം ട്രീസിൻ്റെ ബാർക്ക് വൈറ്റ് ആയിരുന്നു. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നേച്ചർ ആരെ പ്രൊമോട്ട് ചെയ്തു? ഡാർക്ക് വിങ്ഡ് മോത്തിനെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷൻ ഇങ്ങനെ ഡിഫറൻ്റ് ആവാൻ കാരണം എന്താണ്? ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ്. അതാണ് പറയുന്നത് എവല്യൂഷൻ ബൈ
നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻസ്. ആന്ത്രപ്പോജനിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കൊണ്ടുള്ള, അത് മനുഷ്യർ ഓരോന്ന് ചെയ്തിട്ട് ഉണ്ടാകും. അതാണ് ആന്ത്രപ്പോജനിക് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫറൻസ് വരുന്നു എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഡിഫറൻസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. അതിൻ്റെ എവല്യൂഷണറി റീസൺ, ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നതാണ് പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ അതുപോലെ ബിസ്റ്റൺ പെറ്റുലേറിയ, ബിസ്റ്റൺ കാർബണേറിയ, ആ സയൻറ്റിഫിക് നെയിമൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഈ ഡയഗ്രാം ഒരു ചാർട്ട് രൂപത്തിലൊക്കെ തരും. അതായത് ബിഫോർ 1850s ആൻഡ് ആഫ്റ്റർ 1950s മൂത്തിൻ്റെ എണ്ണം തരും. എന്നിട്ട് വാട്ട് ഈസ് ദ പ്രോസസ്സ് ഇൻഡസ്ട്രിയൽ മെലാനിസം. എന്താണ് ആ പ്രോസസ്സ്? അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് വൈറ്റ് വിങ്ഡ് മോത്തിൻ്റെ എണ്ണം കൂടി നിന്നു. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഡാർക്ക് വിങ്ഡ് മോത്ത് കൂടുതലായിരുന്നു. അതിൻ്റെ കാരണം അതുപോലെ വാട്ട് ഈസ് ദ എവല്യൂഷണറി റീസൺ ബിഹൈൻഡ് ദിസ് എന്ന് ചോദിക്കാറുണ്ട്. എവല്യൂഷണറി റീസൺ ഈസ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ മെലാനിസം നല്ല ഉത്തരം കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഇൻ ഓർഗാനിസംസ്. അതും ഈ പറയുന്ന നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇത്രയുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസൺ ഇതാണ്, ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പും ആഫ്റ്റർ ആൻഡ് ബിഫോർ റീസൺ. പിന്നെ ഒരു ആന്ത്രപ്പോജനിക് ആക്ഷൻ, അതായത് ഹ്യൂമൻ ആക്ഷൻ കൊണ്ടുള്ള എവല്യൂഷൻ. അതിന് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഇൻ ഓർഗാനിസംസ് എഗെയിൻസ്റ്റ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ആൻറ്റിബയോട്ടിക്സ്, ഡ്രഗ്സ് ഒക്കെ. അതായത് നമ്മൾ ആദ്യമൊക്കെ കേട്ടിട്ടില്ലേ, ആദ്യമൊക്കെ ഇപ്പോൾ നമ്മളൊരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഹെർബിസൈഡ് ഉപയോഗിച്ചു. പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ കീടനാശിനി, ഹെർബിസൈഡ് കളനാശിനി, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യമൊക്കെ ആ പറയുന്ന കെമിക്കൽ ഈ പറയുന്ന ഓർഗാനിസത്തിനെ, ഈ നമുക്ക് ഹാംഫുള്ളായിട്ട് വരുന്ന ഓർഗാനിസത്തിനെ നശിപ്പിക്കും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് പേര് അതിൽ ഈ കുറച്ച് ഓർഗാനിസംസ് സർവൈവ് ചെയ്യും. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്ത ഓർഗാനിസത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ്. അപ്പോൾ അവർ കുറച്ചും കൂടെ റെസിസ്റ്റൻസ് കാണിക്കും. പിന്നീട് നമ്മൾ ഈ പറയുന്ന പെസ്റ്റിസൈഡ്, ഹെർബിസൈഡൊക്കെ ഈ ഇൻസെക്ട്സിൽ അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിന് മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാവുന്ന ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറയും. അങ്ങനെ ഗ്രാജ്വലി ഈ പറയുന്ന പെസ്റ്റ് അല്ലെങ്കിൽ ഹെർബ്സ് ഒരു റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ആയിട്ട് മാറും. കാരണം ഓരോ പ്രാവശ്യവും ഈ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ കളനാശിനി, കീടനാശിനിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നോൺ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് മുഴുവൻ നശിച്ചു പോവും. കുറേ പേര് നശിച്ചു പോവും. വളരെ കുറച്ച് പേര് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ആ സർവൈവ് ചെയ്യുന്നവരെങ്ങനെയായിരിക്കും, റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും. ഈ പറയുന്ന ഹെർബിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡിനെ എതിർക്കാൻ കഴിവുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ ജനറേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ ക്യാരക്ടറാണ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഗ്രാജ്വലി ഒരു റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഉണ്ടായി വരും. അതാണ് ഈ ആൻറ്റിബയോട്ടിക്സിലും സംഭവിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കുമ്പോൾ ആദ്യമൊക്കെ കുറേ നമ്മുടെ മൈക്രോബ്സൊക്കെ നശിച്ചു പോകും. പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, ഗ്രാജ്വലി ഈ മൈക്രോബ്സിൻ്റെ കുറച്ച് ഓർഗാനിസംസ് സർവൈവ് ചെയ്യില്ലേ, അവർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ വീണ്ടും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കും. അപ്പോഴും കുറേ പേര് നശിച്ചു പോകും. അപ്പോഴും റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് സർവൈവ് ചെയ്യും. അങ്ങനെ ഗ്രാജ്വലി വരുമ്പോൾ ആ റെസിസ്റ്റൻസ് എന്നുള്ള ജീൻ്റെ ശക്തി കൂടി വരും. ആ റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് കൂടുതൽ ശക്തമായി നിലനിൽക്കും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാലും ഒരു ഗുണമില്ലാതെ വരും. അതാണ് DDT ഒക്കെ. DDT ആദ്യം ഉപയോഗിക്കുമ്പോൾ ഉറുമ്പ് അതുപോലെ സാധനങ്ങളൊക്കെ ചത്തുപോകുമായിരുന്നു. പിന്നീട് ഗ്രാജ്വലി DDTയോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടായി വന്നു. DDT ഉപയോഗിച്ചാലും കാര്യമില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താ, നാച്ചുറൽ സെലക്ഷൻ. ഈ DDT ഉപയോഗിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസാണ് നേച്ചർ എന്ത് ചെയ്യും, അവരെ അങ്ങ് പെരിഷ് ചെയ്യും, അവരെ ഇല്ലാണ്ടാക്കും. റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിനെ നേച്ചർ പ്രൊമോട്ട് ചെയ്യും.
ഫേവറബിൾ വേരിയേഷൻ എന്ന് പറയും. ഫേവറബിൾ ക്യാരക്ടേഴ്സ് ഉള്ളവരെ നേച്ചർ പ്രൊമോട്ട് ചെയ്യും, അല്ലാത്തവരെ നേച്ചർ പെരിഷ്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ്, ഇത്രയുമാണ് എവിഡൻസസ് ഫോർ എവല്യൂഷൻ. എവിഡൻസസ് ഫോർ എവല്യൂഷനിൽ എംബ്രിയോളജിക്കൽ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് ആണ് ആദ്യം പഠിച്ചത്, ഫോസിൽസിൻ്റെ സ്റ്റഡി. അത് കഴിഞ്ഞ് മോർഫോളജിക്കൽ എവിഡൻസസ്, പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസസിൽ ഹോമലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ എന്താണ്, കൺവേർജൻ്റ് എവല്യൂഷൻ, ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്താണ്, എക്സാമ്പിൾസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അതായത് ബൊഗെയിൻവില്ലയിലും കുക്കുർബിറ്റയിലും സ്റ്റെം മോഡിഫിക്കേഷനാണ് ഈ പറയുന്ന ടെൻഡറിലും തോണും. പക്ഷേ സ്ട്രക്ചർ ഒന്നാണെങ്കിലും അവരുടെ ഫങ്ഷൻ ഡിഫറെൻ്റാണ്. അതുപോലെ ഐസോഫ്രോക്ടോപ്പസ്, സ്വീറ്റ് പൊട്ടറ്റോ, ട്രക്കിയ, ലങ്സ്, ഇതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ സിമിലർ കൈൻഡ് ഓഫ് ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻഡിക്കേറ്റ് സിമിലർ കോമൺ ആൻസസ്ട്രി. പിന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ. എക്സാമ്പിൾ ഡാർവിൻസ് ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, പ്ലാസെൻ്റൽ മാമൽസ്, അത് ഓർത്തിരിക്കുക. പിന്നെ പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും ഏകദേശം സെയിം ഐസൊലേറ്റഡ് ഏരിയയിൽ സെയിം കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു. But they are different organisms. So they are known as, the evolution is known as convergent evolution or parallel evolution. പിന്നെ എംബ്രിയോളജിക്കൽ എവിഡൻസസ്, അത് ഹെയ്ക്കൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രിയോളജിക്കൽ ക്യാരക്ടേഴ്സ് സിമിലറാണ്. അതുകൊണ്ട് ഈ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് കോമൺ ആൻസിസ്ട്രി കാണിക്കുന്നു. പക്ഷേ വോൺ ബെയർ റിജക്റ്റ് ചെയ്തു. പിന്നെ എവിഡൻസസ് ഫോർ ബൈ നാച്ചുറൽ സെലക്ഷൻ, അതിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസവും റെസിസ്റ്റൻറ്റ് വെറൈറ്റീസും. ഇത്രയുമാണ് നമുക്ക് എവിഡൻസസിൽ പഠിക്കാനുള്ളത്.